നമ്മുടെ ഇഷിതക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ഇഷിതേനെയും ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് നല്ല മാസ് എൻട്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭാഗമാണ് നമ്മൾ കാണിച്ചത്. അതിനുശേഷം രചനനെ ആരോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവർ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് പറയാണ്. അങ്ങനെ രചന ദേഷ്യം കൊണ്ട് ആകാശോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആകാശ് താൻ പോയിട്ട് വാടോ, താൻ ജയിച്ചിട്ട് വാടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുവാടോ. അങ്ങനെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ മഹേഷ് പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാട്ടോ. കാരണം ഈ ഒരു പൂജ ഒന്നും കൂടി നടത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പൂജാരി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മഹേഷ് ഇഷിതേനെയും ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ആ അമ്പലത്തിലേക്ക് വരുവാണ്. ഇഷിതക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ, ഇതെന്തിനാ ഈ അമ്പലത്തിലേക്ക് വന്നത് എന്ന രീതിയിൽ ഇഷിത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് പറഞ്ഞിട്ട് താനിങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പൂജാരി ചോദിക്കുന്നുണ്ട് മഹേഷ്, പൂജാരി എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ, എല്ലാം റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നാലും എന്ന് പറയാണ്. ശേഷം പൂജാരി അടുത്ത് മഹേഷ് പറയുന്നുണ്ട്, അല്ല പൂജാരി, ഇതാണ് എന്റെ ഭാര്യ ഇഷിത, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ, എല്ലാം പറഞ്ഞിരുന്നു. നോക്ക്, ജന്മം കൊടുത്തോണ്ട് ആരും അമ്മയാവില്ല മോളെ, ആ കുഞ്ഞെ നന്നായിട്ട് വളർത്തണ ആരാണോ അതാണ് അമ്മ. യശോദയുടെ കാര്യം ഞാൻ മോൾക്ക് പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ, മോളാണ് ഈ കുട്ടിയുടെ യശോദ. നോക്ക്, ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറയാറുണ്ടെന്ന് അറിയാവോ, ജന്മം കൊടുത്തത് കൊണ്ട് ഒരു സ്ത്രീയും ഒരു അമ്മയാവില്ല. ആ കുഞ്ഞ് സ്നേഹത്തിലും ലാളിച്ചും വളർത്താൻ കഴിയണം, അവരാണ് യഥാർത്ഥ അമ്മ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണിലും നല്ല ആളുകളുടെ കണ്ണിലും മോളാണ് ഈ കുഞ്ഞിന്റെ അമ്മ. അതുകൊണ്ട് ഈ പൂജയുള്ള എല്ലാ അവകാശവും അധികാരവും മോൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇഷിതയുടെ കണ്ണെന്നറിയാട്ടോ. മഹേഷ് പറയണ്ടേ, തനിക്കിപ്പോ സന്തോഷമില്ലേ, താൻ ഇരിക്കുന്നു പറയാണ്. മഹേഷ്, ഇതെന്താ ഒരു പ്രാവശ്യം പൂജ കഴിഞ്ഞതല്ലേ, പിന്നെ എടോ താൻ അവിടെ ഇരിക്കെ, എന്റെ മോളുടെ പൂജ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, താൻ ഇരിക്കെ എന്ന് പറയാണ്. അങ്ങനെ പൂജാരി പറഞ്ഞു ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും അതുപോലെ ചിപ്പി അവിടെ ഇരിക്കുകയാണ്. അവരോട് ഇരിക്കുന്ന സമയത്ത് പൂജാരി പറയണ്ട, അതുപോലെ തന്നെ കുങ്കുമം എടുത്ത് തൊടാൻ വേണ്ടി പറയാണ്. ഇഷിതയും മഹേഷും കുങ്കുമം തൊടുന്നുണ്ട്. ശേഷം പൂജാരി പറയാണ്, ഇനി മോളുടെ നെറ്റിൽ കുങ്കുമം തൊട്ടെടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും അവിടേക്ക് ഓടിച്ചാടി കയറി വരുവാട്ട് രചന. നിർത്ത്, ഈ പൂജ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനായി കുഞ്ഞിന്റെ അമ്മ, ഞാൻ ഈ പൂജ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പൂജാരി പറയണ്ട്, അതിന് നിങ്ങളാണോ ജന്മം കൊടുത്തത്? അതെ, ഞാനാ ജന്മം കൊടുത്തത്. ഓ, നിങ്ങളാണ് ജന്മം കൊടുത്തല്ലേ, കുഞ്ഞിനെ പാല് പോലും കൊടുക്കാത്ത ഒരു അമ്മ അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാനുള്ള ഒരു അവകാശമില്ല, അവിടെ നമ്മൾ മാറി നിൽക്കുക എന്ന് പറയാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഈ പൂജ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മഹേഷ് വിനോദിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും കേട്ടോ. വിനോദ് 2-3 ഗുണ്ടകളൊക്കെ പിടിച്ചിട്ട് അവിടെ നമ്മൾ മാറ്റി നിർത്തണം നമ്മുടെ രചനേനെ. അതിനുശേഷം പൂജ നല്ല മംഗളമായിട്ട് നടത്തുക കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ഇഷിത നമ്മുടെ രചന അടുത്ത് പറയുന്നുണ്ട്, അതെ പൂജ മംഗളമായിട്ട് കഴിഞ്ഞു, ഇപ്പൊ പൂർണ്ണമായിട്ടും ചിപ്പി എന്റെ മോളായി കഴിഞ്ഞു. പിന്നെ മോനെ നീ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, ആദീന നിന്റെ മനസ്സിലെ ദുഷ്ടത്തിലൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിനെ വല്ലാത്തൊരു രീതിയിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. നീ നോക്കിക്കോ രചന, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ആദീനെ സ്വന്തമാക്കിയിരിക്കും. ഇല്ല ഇഷിത, അതൊരിക്കലും നടക്കില്ല. ചിപ്പിനെ സ്വന്തമാക്കിയ പോലെയല്ല, ആദ്യം എന്റെ മോന, അവൻ എന്നെ വിഷമിപ്പിക്കണം ഒരു കാര്യം പോലും ചെയ്യില്ല, എന്നെ ഇട്ടിട്ട് അവൻ പോവില്ല എന്ന് പറയുമ്പോ ഇഷ്ട പറയുന്നു, എന്ന് ആര് പറഞ്ഞു നിന്റെ അടുത്ത്, സ്നേഹത്തിന് മുമ്പ് തോൽക്കാത്ത ആരുമില്ല രചന, നീ നോക്കിക്കോ, ഒരു മാസത്തിനുള്ളിൽ ഞാൻ നിന്റെ മോൻ നിന്റെ മോനല്ല എന്റെ മോൻ, അങ്ങനെയാണ് ഇനി പറയേണ്ടത്, അവനെ ഞാൻ കയ്യിലാക്കും. പിന്നെ കയ്യിലാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇതുപോലൊരു പൂജ, ഇതുപോലെ തന്നെ ഒരു നല്ലൊരു പൂജ നടത്തിയിട്ട് ഞാൻ അവൻ എന്റെ സ്വന്തം മോനാക്കും. അതിനെ നീ വരണം കേട്ടോ, ഇതുപോലെ തന്നെ പൂജയിൽ പങ്കെടുത്തിട്ട് നീ പോണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയാണ്. അപ്പൊ മഹേഷ് വരുന്നുണ്ട്. ആ രചന, പൂജയൊക്കെ കണ്ട് സന്തോഷമായല്ലോ അല്ലെ, ഇനി വീട്ടിലേക്ക് മടങ്ങി പോയിക്കോട്ടെ. അല്ല, ആ 70 കോടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുകയാണ്. രചനക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രചനയെടുത്ത് മഹേഷ് പറഞ്ഞല്ല, 70 കോടി രൂപ ആകാശം ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നിനക്ക് നല്ലൊരു ബിസിനസ് അറിയാലോ, ഞാൻ ആകാശോട് പറഞ്ഞിരുന്നു, നിങ്ങളെ നല്ലൊരു ബിസിനസ് ചെയ്യും, വേറൊന്നുമല്ല, നീ എന്തൊരു ചവറാണല്ലോ, നീ ആകാശം എന്താ ഇന്നലെ നാളെ നിന്നെ ചിലപ്പോൾ വിറ്റെന്നൊക്കെ ഇരിക്കും, അപ്പൊ അങ്ങനെയുള്ള 70 കോടി രൂപ നികത്താൻ പറ്റുമെന്ന് നോക്ക്. മഹേഷ് അമ്പലമായി പോയി ഞാൻ നല്ല വർത്താനം പറയോ, എടി നിന്നെ പോലത്തെ ആൾക്കാർ ഈ അമ്പലത്തിൽ കയറി വരാൻ പാടില്ലേ, അമ്പലം തന്നെ അശുദ്ധമായി പോകും, അത് നീ മാറി നിൽക്കും. ഒരിക്കലും നിന്നെ പോലത്തെ സ്ത്രീകൾ ഒരിക്കലും ഈ അമ്പലത്തിൽ കയറി വരാൻ പാടില്ല, നീ ഒരു സ്ത്രീ അല്ലടി, പ്രസവിച്ചത് കൊണ്ട് നീ സ്ത്രീ ആവില്ല, മാറി നിൽക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് യശോദയുടെ കൈയും പിടിച്ചിട്ട് മഹേഷ് ഷിപ്പിനെയും കൂട്ടിക്കൊണ്ട് കാറിലേക്ക് കയറുക കേട്ടോ. ആ സമയത്ത് ഷിപ്പി പറയണ്ട്, അച്ഛാ, പപ്പ, അതുപോലെ തന്നെ അമ്മ, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് രചനയുടെ അടുത്തേക്ക് പോകണം. മോളെ എന്ന് പറഞ്ഞിട്ട് രചന വിളിക്കുമ്പോൾ, അതെ മാറി നിൽക്കവിടെ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി വന്നതല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, അതെ എന്റെ അമ്മ ഇഷിതാമ്മയാണ്, ഇനി ഇഷിതാമ്മയെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടുന്ന് പോവാണ്. അതും കൂടി കേൾക്കുമ്പോഴേക്കും രചനയ്ക്ക് ശേഷം മുഖം തടി കിട്ടിയ പോലെ ആവട്ടോ. രചന ദേഷ്യത്തോട് കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ആകാശ് ചോദിക്കുന്നുണ്ട്, എന്താ രചന അവിടെ പോയിട്ട് എന്താവാൻ, ഇഷിത എല്ലാവരും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, എന്ത് സംഭവിച്ചു? ഒന്നും പറയണ്ട, അവർ അമ്പലത്തിൽ പോയി പൂജ നടത്തി, എന്റെ മോളെ അവൾ സ്വന്തമാക്കി, അതിനുശേഷം അവളുടെ ഒരു വെല്ലുവിളി എന്റെ മോനെയും സ്വന്തമാക്കുമെന്ന്. അതൊരിക്കലും നടക്കില്ലടോ, ആദ്യം ഒരിക്കലും തന്നെ ഉപേക്ഷിച്ചു പോവില്ല, അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് നല്ല പേടിയുണ്ട് അവളുടെ കാര്യത്തിൽ, അവൾ പറഞ്ഞതൊക്കെ നടത്തിയിട്ടേ ഉള്ളൂ ആ ഇഷിത, അതിന്റെ അർത്ഥം നിനക്ക് കഴിവില്ലെന്നല്ലേ എന്ന് ആകാശ് ചോദിക്കുമ്പോൾ, എനിക്ക് കഴിവില്ലെന്നോ? അല്ലെങ്കിൽ ആകാശിന് ഇപ്പൊ അവള് ഭാഗത്താണല്ലോ, കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ചപ്പോ അവൾ എന്തായിരുന്നു പുകഴ്ത്തല്, അവളെന്തോ മഹാറാണിയാണെന്നോ ദേവതയാണെന്നൊക്കെ ആകാശ് പറയുന്നുണ്ടായിരുന്നല്ലോ. ആര്? ഞാനോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പിന്നെ പറയാതെ ഞാൻ അങ്ങനെ പറയുന്നത് ആകാശിന് തോന്നുന്നുണ്ടോ? ആകാശ് അങ്ങനെ പറഞ്ഞു, വെള്ളം അടിച്ചപ്പോ ആകാശ് പറഞ്ഞു ഞാൻ അവലക്ഷണമാണെന്ന്, ഞാൻ വേണ്ടാത്ത പെണ്ണാണെന്ന്, പക്ഷെ ഇഷിത നല്ലൊരു പെണ്ണാണ്,
കുടുംബിനിയാണ്, ദേവതയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അത് വെള്ളടിക്കുമ്പോൾ ചിലപ്പോൾ സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. ഓഹോ, അപ്പൊ ഇഷിത അങ്ങനെ തന്നെയാണല്ലേ? സത്യം അതല്ലേടോ? താനൊന്ന് ആലോചിച്ച് നോക്കുക. അവൾ നല്ലൊരു പെണ്ണ് തന്നെയാണ്, അതിലൊരു സംശയവും. നല്ല നല്ല ബുദ്ധിയുള്ള പെണ്ണ, വെറും പെണ്ണല്ല, നല്ല ബുദ്ധിയുള്ള പെണ്ണ. അവൾ എവിടെ പോയാലും അവൾ വിജയം കൈവരിക്കും. അങ്ങനത്തെ ഒരു പെണ്ണ അവള്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ചുകൂടി സോപ്പിട്ട് കൈക്കലാക്കണം. അല്ലെങ്കിൽ ഇഷിതയുടെ സ്വഭാവം വെച്ച് പല അടവുകൾ എടുത്ത് അവൾ ചിലപ്പോൾ ആദ്യനെ സ്വന്തമാക്കും എന്ന് പറയാണ്. ആ സമയത്ത് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ഞാൻ ഒരിക്കലും രചനയുടെ അടുത്തേക്ക് പോവില്ല. രചനാമ്മ വിട്ട് ഇഷിതയുടെ അടുത്തേക്ക് പോവില്ല. അവരെനിക്ക് ഇഷ്ടമല്ല, അവരെനിക്ക് വെറുപ്പാണ് എന്ന് പറയണം. അവരെ മാത്രമല്ല, എന്റെ ഡാഡി എന്ന് പറഞ്ഞ ആളെ എനിക്ക് വെറുപ്പാണെന്ന് പറയുമ്പോൾ, മോനെ നീ ഒരിക്കലും എന്നെ വിട്ട് പോകരുത് കേട്ടോ, നീ ഇല്ലെങ്കിൽ പിന്നെ ഈ അമ്മയില്ല മോനെ എന്ന് പറയാണ്. ഇല്ല അമ്മ, ഞാൻ ഒരിക്കലും അമ്മേനെ വിട്ട് പോവില്ല എന്നൊക്കെ ആദ്യം ഉറപ്പ് കൊടുക്കാട്ടോ. പക്ഷെ ആ ഉറപ്പ് വെറും 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 വെള്ളത്തിലുള്ള ഒരു ഉറപ്പാണ് കേട്ടോ. ഒരു 3-4 മാസം കഴിയുമ്പോൾ ആദ്യയുടെ മനസ്സ് പതുക്കെ പതുക്കെ മാറാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ആദ്യം ഒരു ഇഷിതനെ ഇഷ്ടമല്ല ആദ്യക്ക്, പക്ഷെ പതുക്കെ പതുക്കെ ഇഷിതനെ ഇഷ്ടമാവും കേട്ടോ. ഇഷിതനെ ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കും കേട്ടോ. ആദ്യം ഒരുപാട് ഇഷിതനെ എന്താണ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്താനങ്ങളും ഒക്കെ ആദ്യം പറയുന്നുണ്ട്. പക്ഷെ ഇഷിതക്ക് ആദ്യം ഭയങ്കര ഇഷ്ടം കേട്ടോ. ചിപ്പിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് അതുപോലത്തെ ഒരു ഇഷ്ടം തന്നെയാണ് ഇഷിതക്ക്. അപ്പൊ ഇഷിത എല്ലാം ക്ഷമിക്കുകയുള്ളൂ. ഒന്നും നമ്മുടെ മഹേഷിനോട് പറയില്ല. ആദ്യം കാണിക്കുന്ന കുടുംബത്തിലൊന്നും മഹേഷിനോട് പറയില്ല. പക്ഷെ അവസാനം സ്നേഹത്തിന് മുമ്പിൽ ആദ്യം തോറ്റ് വീണ് കൊടുക്കും. അങ്ങനെയാണ് ഇഷിത ആദ്യനെ സ്വന്തമാക്കുന്നത്.